മനുഷ്യന്റെ നിലനിൽപ്പിന് ഭീഷണിയായി ഛിന്നഗ്രഹം ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്നുവെന്ന മുന്നറിയിപ്പുമായി ISRO. സൗരയൂഥത്തിൽ സൂര്യനു ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൽക്കകളെക്കാൾ വലുതുമായ വസ്തുതയാണ് ഛിന്നഗ്രഹങ്ങൾ. അപ്പോഫിസ് എന്ന വലിയ ഛിന്നഗ്രഹത്തിന്റെ ഭീഷണിയാണ് ഭൂമി നേരിടുന്നത്. 2029 ഏപ്രിൽ 13 ഭൂമിയുമായി ഏറ്റവും അടുത്തെത്തും. എന്നാൽ അപ്പോൾ ഇത് ഭൂമിയിൽ പതിക്കാൻ സാധ്യതയില്ല. പിന്നീട് 2036 അത് തൊട്ടരികിൽ എത്തുമെന്ന് ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി മുന്നറിയിപ്പ് നൽകി. ഈജിപ്ഷ്യൻ ദൈവമായ ചാവോസിന്റെ പേരിലുള്ള ഈ ഛിന്നഗ്രഹം ഭൂമിയിലേക്ക് അടുത്തു വരുന്നതിന്റെ ആശങ്ക ISRO ചെയർമാൻ ഡോക്ടർ S. സോമനാഥും പങ്കുവച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ഫോർ സ്പേസ് ഒബ്ജക്ട്സ് ട്രാക്കിംഗ് ആൻഡ് അനാലിസിസ് അപ്പോസ്ഫിന്റെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഒരേയൊരു ഗ്രഹം ഭൂമി മാത്രമാണ്. ഈ വലിയ ഛിന്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ മനുഷ്യരാശി തന്നെ ഇല്ലാതാകുന്നതിന് കാരണമാകും. സമീപകാലത്ത് ഈ ഛിന്നഗ്രഹത്തിൻ്റെയും ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ ഭീഷണികളെ ഒഴിവാക്കാൻ മറ്റു രാജ്യങ്ങളുമായി സഹകരിക്കുമെന്ന് സോമനാഥ് പറഞ്ഞു. ഭൂമിയിൽ നിന്ന് 32,000 കിലോമീറ്റർ ഉയരത്തിലാണ് ഈ ഛിന്നഗ്രഹമുള്ളത്. ഇത്രയും വലിപ്പമുള്ള മറ്റൊരു ഛിന്നഗ്രഹവും ഇതിനു മുൻപ് ഭൂമിയിൽ ഇത്രയും അടുത്തു വന്നിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ INS വിക്രമാദിത്യയെക്കാളും ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തെക്കാളും വലുതാണ് അപ്പോഫിസ്. ഈ ഛിന്നഗ്രഹത്തിന് ഏകദേശം 340 മുതൽ 450 മീറ്റർ വരെ വ്യാസമുണ്ട്. 140 മീറ്റർ കൂടുതൽ വ്യാസമുള്ള ഇത്തരം വസ്തുക്കൾ ഭൂമിയുടെ ഏറ്റവും അടുത്തുകൂടി കടന്നു പോകുന്നത് അപകടകരമാണെന്ന് കണക്കാക്കപ്പെടുന്നു. 2004 അപ്പോഫിസ് ആദ്യമായി കണ്ടെത്തിയത്. ഓരോ തവണ ഭൂമിയുടെ സമീപത്തു കൂടി കടന്നു പോകുമ്പോഴും ദൂരം കുറഞ്ഞു വരുന്നതാണ് ആശങ്കയ്ക്കിടയാക്കിയിരിക്കുന്നത്. അതേസമയം ISROയുടെ ചുമതലകളിൽ പ്ലാനറ്ററി ഡിഫൻസ് എന്ന പേരിൽ ഒരു പുതിയ വിഭാഗം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിക്ക് പുറത്തുള്ള വസ്തുക്കളിൽ നിന്നും ഗൃഹത്തെ സംരക്ഷിക്കുക എന്നാണ് അതിന്റെ ഉത്തരവാദിത്തം. മഹാരാഷ്ട്രയിലെ ലോണാറിൽ ഏകദേശം 5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉൽക്ക പതിച്ചിരുന്നു. ഇതിന്റെ ഫലമായി രൂപപ്പെട്ടതാണ് ലോണാർ ഉപ്പുജല തടാകം. ഭൂമിയിൽ പതിച്ച ധൂമകേതുവോ ഛിന്നഗ്രഹമോ ആയിരിക്കാം ദിനോസറുകളുടെ വംശനാശത്തിന് ഇടയാക്കിയതെന്ന് വിലയിരുത്തപ്പെടുന്നത്. അതിനു തെളിവായി മെക്സിക്കോയിൽ സ്ഫോടനത്തിലെന്ന വണ്ണം ഉണ്ടായൊരു കൂറ്റൻ വിള്ളലാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. അതിനകത്തെ ഇറിഡിയത്തിന്റെ സാന്നിധ്യമാണ് ഇതു സംബന്ധിച്ച സൂചനകൾ ഗവേഷകർക്കു നൽകിയത്.